ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലത്തേക്കാണ്. ഓച്ചിറ. ലോക പ്രശസ്തി ആർജിച്ച ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറയിലാണ്. മണ്ഡല ചെറുപ്പകാലം തുടങ്ങിക്കഴിഞ്ഞു. വൃശ്ചികം 1 മുതൽ ഇനിയുള്ള 12 നാളുകൾ ഓച്ചിറയിൽ മഹോത്സവം തന്നെയാണ്. കൊല്ലത്തുകാർക്കത് ഉത്സവം. ഈ 12 നാളുകൾ ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ പരബ്രഹ്മ ദേവനെ പ്രീതിപ്പെടുത്തുവാനായി ഓച്ചിറയിലെത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും, ചുരുക്കി പറഞ്ഞാൽ ഓച്ചിറയാകെ തന്നെ ഒരു മഹോത്സവ പ്രതീതിയാണ്. ഈ മണ്ഡലവിളക്ക് സമയത്ത് ഈ 12 നാളുകൾ 12 വിളക്ക് മഹോത്സവം ഓച്ചിറയിൽ ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 പേർ വൃശ്ചികം 1 തുടങ്ങി 12 നാളുകൾ വരെ വന്ന് പരബ്രഹ്മദേവനെ നിത്യേന പൂജിക്കുന്ന, മാറി മാറി ഓരോരുത്തരായി വന്ന് പൂജിക്കുന്ന ഈ 12 ദിനങ്ങളാണ് ഓച്ചിറ 12 വിളക്ക് മഹോത്സവം കൊണ്ടാടുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് 2 ആൽത്തറയും കാവുകളും പ്രധാന ഉണ്ടിക്കാവുകളും സ്ഥിതി ചെയ്യും. പ്രധാന കവാടം കടന്ന് നമ്മൾ പടനിലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മെ ആകർഷിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു എക്സിബിഷനാണ്. എല്ലാവരുടെയും മനസ്സിനൊരു കുളിർമ പകരുന്ന രീതിയിലുള്ള ഒരു വലിയ എക്സിബിഷൻ. ഈ എക്സിബിഷൻ കാണാതെ നമുക്ക് പരബ്രഹ്മനെ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മികവാർന്നൊരു എക്സിബിഷനാണ് ഓച്ചിറ 12 വിളക്ക് പ്രമാണിച്ച് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ നടക്കുന്നത്. ഓച്ചിറയിലെത്തിയാൽ ആദ്യം നാം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന ശിവന്റെ വാഹനമായ കാളയാണ്. ഭസ്മമാണ് ഇവിടുത്തെ പ്രസാദം. ഉത്സവകാലത്ത് ജാതി മതഭേദമന്യേ ക്ഷേത്രത്തിൽ 100 കണക്കിന് ആളുകൾ കുടിലുകൾ കെട്ടി താമസിച്ച് ഭജനമിരിക്കാനെത്താറുണ്ട്. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് അരയാൽ തറകളിലും ഒണ്ടിക്കാവിലും ശാസ്താക്ഷേത്രത്തിലും മഹാലക്ഷ്മി കാവിലുമൊക്കെ വലം വെച്ച് തൊഴുതു വന്ന് കുടിലുകളിൽ നിലവിളക്ക് തെളിക്കുന്നു. ഈ 12 ദിവസങ്ങളിലും കലാപരിപാടികളും സർക്കസ്, മാജിക്, എക്സിബിഷൻ തുടങ്ങി ഓച്ചിറ 12 വിളക്കിനെ ഒരു വലിയ ഉത്സവമായി ജനങ്ങൾ ആഘോഷിക്കുന്നു. പരബ്രഹ്മ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടിക്കാവിലേക്കാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലെ പ്രശസ്തമായൊരു കാവാണ് ഉണ്ടിക്കാവ്. ഉണ്ടിക്കാവ് വളരെ ഭക്തിയോടെ വലം വെച്ച് തൊഴുതു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും അകന്നു പോകുന്നൊരു വിശ്വാസം ഭക്തജനങ്ങൾക്കുണ്ട്. അതിനാലാണ് ദിവസേന ഭക്തജനങ്ങൾ ഉണ്ടിക്കാവിലെത്തി ഭജനം പാർത്തിരിക്കുന്നതും നാമജപങ്ങളിൽ ഏർപ്പെടുന്നതും. വളരെ നിശബ്ദമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഭക്തജനങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോകുന്നൊരു പതിവ് കാഴ്ച നമുക്ക് ദൃശ്യമാണ്. എല്ലാ ഭക്തജനങ്ങളും ഉണ്ടിക്കാവിലെത്തി അല്പനേരമെങ്കിലും ഭജനം ഇരുന്നതിന് ശേഷം മാത്രമേ ഉണ്ടിക്കാവിൽ നിന്ന് അവർ പിരിഞ്ഞു പോകാറുള്ളൂ. അത്രയ്ക്ക് വളരെ ഒരു സായുജ്യം നൽകുന്ന ഒരു പ്രദേശമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഉണ്ടിക്കാവ്. നാമജപവും അന്നദാനവും ഭിക്ഷയുമാണ് ഇവിടുത്തെ നേർച്ചകൾ. ഓച്ചിറയിലെത്തിയാൽ നമുക്ക് ധാരാളം ഭിക്ഷക്കാരെ കാണാൻ പറ്റും. ഭിക്ഷ നൽകിയാൽ ദുരിതങ്ങൾ അകന്ന് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും എന്നാണ് വിശ്വാസം. പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന ദർശനത്തിൻ്റെ സന്ദേശം പകരുന്ന ദിവ്യ സന്നിധിയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അമ്പലമില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓച്ചിറ പരബ്രഹ്മ ദർശനം കൈലാസ ദർശനം പോലെ പുണ്യകരമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. സാമ്പ്രദായിക രീതിയിലുള്ള പൂജകളും
പൂജാരിയുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ദേവന് നൈവേദ്യവും അഭിഷേകവും ഒന്നുമില്ല. മഞ്ഞും മഴയും വെയിലും ചൂടുമേറ്റ് ഇവിടെ ആൽത്തറയിൽ ശ്രീ മഹാദേവൻ വാഴുന്നുവെന്നാണ് ഐതിഹ്യം. ഈ 12 വിളക്ക് മഹോത്സവക്കാലത്ത് ഓച്ചിറ പടനിലത്തിൽ നല്ലൊരു എക്സിബിഷനാണ് നടക്കുന്നത്. ഈ എക്സിബിഷൻ കാണാൻ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ്. പരബ്രഹ്മ ദർശനം കഴിഞ്ഞ് പിന്നെ അവർ എത്തുന്നത് എക്സിബിഷൻ കാണാനാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ ലഭിക്കുന്ന കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലമാണ് 12 വിളക്ക് മഹോത്സവക്കാലത്ത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. അത്രയ്ക്ക് വിശാലമായ ഒരു എക്സിബിഷനാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്നത്. മരത്തടിയിൽ നിർമ്മിച്ച ആൾരൂപങ്ങളും മനുഷ്യ അവയവങ്ങളുടെ ലോഹരൂപങ്ങളും നടക്കിവെച്ച് രോഗശാന്തിയും ദോഷശമനവും തേടുന്ന ഒരേ ഒരു ക്ഷേത്രവുമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. വൈകല്യങ്ങളുള്ള പലരും ക്ഷേത്രസന്നിധിയിലെത്തി പരബ്രഹ്മദേവനെ ഈ മരത്തടിയിൽ നിർമ്മിച്ച ആൾരൂപങ്ങളും മനുഷ്യാവയവങ്ങളുടെ ലോകരൂപങ്ങളും നടക്കിവെച്ച് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധി പലർക്കും അത് പരിഹാരം ചെയ്തു കൊടുക്കാറുമുണ്ട്. നമുക്ക് ഓച്ചിറ കാളയെ ദർശിച്ച് പ്രധാന ക്ഷേത്ര കവാടവും കടന്ന് പരബ്രഹ്മദേവനെ ദർശിച്ച ആ സായുജ്യത്തോടെ നമുക്കിന്ന് മടങ്ങാം. എല്ലാവർക്കും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഗുഡ് ബൈ.